വിജയനഗര രാജകുടുംബത്തിലെ സ്ത്രീകൾക്കായി അച്യുതരായ രാജാവ് നിർമ്മിച്ചതാണ് ക്വീൻസ് ബാത്ത്. പേര് ക്വീൻസ് ബാത്ത് എന്നാണെങ്കിലും രാജ്ഞിമാർ മാത്രമല്ല, പണ്ടത്തെ രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്ന ബാത്റൂമെന്നാണ് പറയണത്. ഇത് പെട്ടെന്ന് നമ്മൾ പുറമേ കാണുമ്പോൾ ഒരു ചതുരത്തിലുള്ളൊരു കെട്ടിടം എന്ന് മാത്രമേ നമുക്ക് തോന്നൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വീൻസ് ബാത്തിന് റൂഫില്ല എന്നുള്ളതാണ്. ഒരു ബാത്റൂം നടന്ന് കാണാൻ തന്നെ എത്ര നേരം വേണമെന്നറിയോ. മുഗളന്മാരുടെ ആക്രമണത്തിൽ വിജയനഗര സാമ്രാജ്യം കുറേയൊക്കെ നശിച്ചു പോയെങ്കിലും ബാക്കിയുള്ള ഇങ്ങനെ കുറച്ച് അവശേഷിപ്പുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും കാണണം കേട്ടോ പോയിട്ട്. ഇതാണ് പണ്ടത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ഇതിൽ നിറച്ച് എന്താ പറയുക, ഭയങ്കര സുഗന്ധമുള്ള പൂക്കളും സംഭവമൊക്കെ ഇട്ടിട്ട് എന്താ അല്ലേ. അതിൻ്റെ ബാൽക്കണീനെ കണ്ടോ? എന്തിനാ ബാൽക്കണി ഇരുന്ന് കുളി കാണാനോ? അതെനിക്കറിയില്ല. സംഭവം കണ്ടില്ലേ എൻ്റെ? അത് ഓപ്പണാണ്, കുളം ഓപ്പണാണ്. അതേമാതിരി അവിടെ ഒരു എന്താ പറയുക, നമ്മളെന്താ ഓവ് എന്നൊക്കെ പറയും, വേറെ എന്താന്ന് പറയാൻ എനിക്കറിയില്ല. ഒരു ചാല് മാതിരി കണ്ടോ? ഈ മഴവെള്ളമൊക്കെ അങ്ങോട്ട് വീഴാനാണ് തോന്നുന്നുണ്ട്. ഭയങ്കര സെറ്റപ്പായിരുന്നല്ലേ. ആക്ച്വലി ഇത് കുളിക്കാനായിരിക്കില്ല, നീരാടുക എന്നൊക്കെ പറയില്ലേ, രാജ്ഞിമാർ നീരാട്ടിന് പോയി എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഒരു ബാത്റൂമാണ് ഇങ്ങനെ. ബാത്റൂം മീൻസ് ബാത്ത് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം എന്തായാലും കുളിക്കാനുള്ള സംഭവമാണ്. രാജ്ഞിമാരെ അവിടെ കുളിക്കുമ്പോൾ ഇവിടെ തോഴിമാരിങ്ങനെ നിരീക്ഷിക്കും. അതിനായിരിക്കും ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്തിനാണ് ബാൽക്കണികൾ, ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. നമ്മുടെ സംഭവം ഉണ്ടല്ലോ, ചിലത് കണ്ട് നമ്മൾ ഷോക്കാവാന്ന് പറയില്ലേ, എന്താ ഇത് മൊത്തം അതിൻ്റെ കൂടെ നോക്കിയാണ് പറഞ്ഞത്. കള സ്ഥലങ്ങൾ അപ്പം ഇതാണ് ക്വീൻസ് ബാത്ത്.